രഥസപ്തമി ആഘോഷങ്ങളുടെ ഭാഗമായി എറണാകുളം വളപ്പ് ബീച്ചിൽ 108 സൂര്യ നമസ്കാര യജ്ഞം സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 300-ലധികം ആളുകൾ യജ്ഞത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ പ്രഥമ യോഗ സംഘടനയും ഗവേഷണ സ്ഥാപനവുമായ പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററാണ് 300-ലധികം പേർ പങ്കെടുത്ത സമൂഹ സൂര്യ നമസ്കാര യജ്ഞം സംഘടിപ്പിച്ചത്. സൂര്യജയന്തിയോടനുബന്ധിച്ചാണ് ഭാരതം മുഴുവനും രഥസപ്തമി ആഘോഷിക്കുന്നത്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാസാധകരാണ് വളപ്പ് ബീച്ചിൽ സൂര്യ നമസ്കാര യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തിയത്. ശരീരത്തിന് മുഴുവൻ ഊർജ്ജദായകമായ സൂര്യ നമസ്കാരം 108 തവണ ചെയ്താണ് യോഗാസാധകർ മടങ്ങിയത്. പ്രായഭേദമന്യേ സൂര്യ നമസ്കാര യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തിയവരിൽ നിന്ന് മുതിർന്ന വ്യക്തികളെയും കുട്ടികളെയും ആദരിച്ചു. സൂര്യ നമസ്കാര യജ്ഞത്തിന് ശേഷം പ്രഭാത ഭക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. പൈതൃക് ജോയിന്റ് ഡയറക്ടർ പീതാംബരൻ PK, വൈസ് പ്രസിഡന്റ് അമല KV, വൈസ് പ്രസിഡന്റ് മധു S നായർ, അക്കാദമിക് ഡയറക്ടർ സന്തോഷ് KK, കോഴ്സ് കോർഡിനേറ്റർ ലളിതാംബിക മോഹൻദാസ്, മധ്യമേഖലാ സെക്രട്ടറി ബിപിൻ കുമാർ VV തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 27 വർഷമായിട്ട് കേരളത്തിൽ യോഗ ഫീൽഡിൽ പ്രവർത്തിച്ചു വരുന്ന പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ഓർഗനൈസ് ചെയ്ത രഥസപ്തമി ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. വളപ്പ് ബീച്ചിൽ 500-ൽ-അധികം ആൾക്കാർ ഒരുമിച്ച് സൂര്യ നമസ്കാരം ചെയ്യുന്നു. ഇത് 3-4 വർഷമായിട്ട് ഞങ്ങൾ രഥസപ്തമി ആഘോഷിക്കുന്നുണ്ട്. ഇത് സെലിബ്രേറ്റ് ചെയ്യണതിൻ്റെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യുവതലമുറയെ യോഗയെക്കുറിച്ച് കൂടുതൽ അറിയിക്കാനും അവർക്ക് ലഹരി, മദ്യം ഇതുപോലത്തെ അഡിക്ഷൻസിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യോഗയെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ഒരു പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് രഥസപ്തമി ഞങ്ങളിവിടെ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.